ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് നേപ്പാളി വിദ്യാർത്ഥിയുടേത്. ഹമാസ് ബന്ദിയാക്കിയ നേപ്പാളി വിദ്യാർത്ഥി ബിപിൻ ജോഷിയുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി. മൃതദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിച്ചതായി നേപ്പാൾ അംബാസിഡർ ധൻപ്രസാദ് പണ്ഡിറ്റ് അറിയിച്ചു. സമാധാന കരാർ നിലവിൽ വന്നതിനു ശേഷം വിട്ടയച്ചവരുടെ കൂടെയാണ് ബിപിന്റെ മൃതദേഹവും ഉണ്ടായിരുന്നത്. 20 ബന്ദികളും 4 മൃതദേഹങ്ങളുമാണ് ഹമാസ് ഇപ്പോൾ വിട്ടു നൽകിയത്. ഇതിനു പകരമായി ഇസ്രയേൽ 2000 തടവുകാരെയും വിട്ടയച്ചു. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇസ്രയേലിലെ കൃഷിരീതികൾ പഠിക്കാൻ 2023 സെപ്റ്റംബറിലാണ് ബിപിൻ ഗാസ അതിർത്തിയോട് ചേർന്ന കിബിറ്റസ് അമൂമിലെത്തുന്നത്. 2023 ഒക്ടോബർ 7-ന് ഭീകരാക്രമണം നടക്കുമ്പോൾ ബിപിനും കൂട്ടുകാരും സുരക്ഷിത ഇടത്തേക്ക് മാറിയിരുന്നു. ഇവിടേക്ക് വീണ നിരവധി ബോംബുകൾ എടുത്ത് പുറത്തേക്കെറിഞ്ഞു കൂടെയുണ്ടായിരുന്നവരെ രക്ഷിച്ചത് ബിപിനായിരുന്നു. പിന്നാലെ പരിക്കേറ്റ ബിപിനെയും സംഘത്തെയും ഹമാസ് ബന്ദികളാക്കിയിരുന്നു. ഗാസയിലെ ഷിഫ ആശുപത്രിയിൽ ബിപിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന വീഡിയോയും പിന്നാലെ പ്രചരിച്ചു. അവസാനമായി ബിപിനെ ജീവനോടെ കാണുന്നതും ഈ വീഡിയോയിലായിരുന്നു. അമ്മയും സഹോദരിയും നിരന്തരം പരിശ്രമിച്ചെങ്കിലും ബിപിനെ ജീവനോടെ മോചിപ്പിക്കാനായില്ല. DNA പരിശോധന നടത്തി ബിപിന്റെ മൃതദേഹമാണെന്ന് ഉറപ്പിക്കുമെന്ന് പണ്ഡിറ്റ് പറഞ്ഞു. നേപ്പാളിൽ നിന്ന് 17 പേരാണ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇസ്രയേലിൽ എത്തിയത്. ഇതിൽ 10 പേർ ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.